ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവർ വിവാഹിതരായ അല്ലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അജയ് അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയോട് പറയണതേ, അജയ് വന്നല്ലോ അമ്മേ, സംസാരിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോഴേക്കും അവനെനിക്ക് കാണാൻ വേണ്ട, അവനോട് എനിക്ക് സംസാരിക്കാൻ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി അകത്തേക്ക് കയറി പോവുകയാണ്. പക്ഷേ മോളാണെങ്കിൽ ഓടിച്ചു നിന്നിട്ട് അമ്മയെന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് അമ്മ തയ്യാറാകുന്നില്ല. അങ്ങനെ അജയ് അകത്തേക്ക് വരികയാണ്. അപ്പോൾ അജയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി, തന്നെ കണ്ടതുകൊണ്ടാണ് മുത്തശ്ശി അകത്തേക്ക് കയറി പോയതെന്ന്. അതെ, അപ്പോഴേക്കും നമ്മുടെ സത്യം ചോദിക്കണം, അജയ് നിന്നെ ഞാനൊരു കാര്യം ഏൽപ്പിച്ചായിരുന്നില്ലേ, എന്നിട്ട് നീ അതിന് വല്ല ഉത്തരവാദിത്തം കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മാവ ഞാൻ ഉത്തരവാദിത്തം എല്ലാം കാണിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്, പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ചോദിക്കണം. എന്നിട്ട് എവിടെ അന്വേഷിച്ചിട്ട് നീ കണ്ടെത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, കണ്ടെത്തിയില്ല, ഉടനെ തന്നെ കണ്ടെത്തും. എങ്കിലേ നീ ഇനി കണ്ടെത്തണ്ട, നീയെ പോയി കൂട്ടിക്കൊണ്ട് വന്നാൽ മതി എന്ന് പറയാണ്. കൂട്ടിക്കൊണ്ട് വരാനോ? എവിടെന്ന്? അവരൊരു വാടക വീട്ടിലുണ്ടെന്നും പറയാ ഈ അമ്മ. വാടക വീട്ടിലോ? അതേ മോനെ, അവരൊരു വാടക വീട്ടിലുണ്ട്. അവരുടെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വളരെ ദയനീയമാണ്. അവിടെ താമസിക്കുന്ന ഒരു ചേട്ടൻ വന്നിട്ടാണ് ഞങ്ങളോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അവരെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളോട് പറയുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളവിടെ പോയി അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവരൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എങ്കിൽ പിന്നെ കയ്യോടെ കൂട്ടിക്കൊണ്ട് വരായിരുന്നില്ലേ അമ്മേ, എന്തിനാണ് വെച്ച് താമസിപ്പിച്ചത്, കൊണ്ടുവരായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും അവരെ ഒരു ഡിമാൻഡ് പറഞ്ഞായിരുന്നു, നീ തന്നെ പോയി കൂട്ടിക്കൊണ്ട് വരണം, അഞ്ജനയുമായിട്ടുള്ള കല്യാണത്തിന് നീ സമ്മതിക്കണം, എന്നാൽ മാത്രമേ അവരിങ്ങോട്ട് വരുള്ളൂ, നീ അതും പറഞ്ഞുകൊണ്ട് വേണം അവരെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അജയ് നേരെ അമ്മാവനോട് പറയണം, അമ്മാവ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അമ്മാവനോട് ഞാൻ പറഞ്ഞതാ, എന്നിട്ട് അമ്മാവൻ ആ കാര്യങ്ങളൊന്നും മനസ്സിലാവാത്തത് എന്താണ്? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അഞ്ജനയുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതം മൂളില്ല, അങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവരെ കൂട്ടാനായിട്ട് ഞാൻ പോകില്ലെന്ന് പറഞ്ഞാൽ പോവില്ല, ഞാനൊരു പോലീസ് ഓഫീസറാണ്, എനിക്കുണ്ട് ആത്മാഭിമാനമൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജയ് അവിടെ കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും വല്ലാത്തൊരു വിഷമഘട്ടത്തിലാണ്. ഇവൻ ചെല്ലാതെ ഭവാനിയുടെ മോളും ആ വീട്ടിലേക്ക് വരില്ലെന്ന് ഇവർക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഇനി എങ്ങനെ കൂട്ടിക്കൊണ്ട് ചെല്ലുമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സത്യനെയാണ്. അപ്പോൾ സത്യ ഒരു സന്ധ്യ ആയി കഴിഞ്ഞപ്പോഴേക്കും അമ്പലത്തിൽ പോയിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഭഗവാനെ, എത്രയെത്രയോ പ്രാർത്ഥനകൾ അങ്ങയുടെ മുന്നിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്നിട്ട് എൻ്റെ ഭാര്യയെയോ മകളെയോ കണ്ടെത്താനായിട്ട് അങ്ങ് സഹായിച്ചോ, എന്തുകൊണ്ട് അവരെന്നിൽ നിന്ന് മറച്ചു വെക്കുന്നു? എൻ്റെ ഭാര്യയെ ഞാൻ ഏത് സമയത്ത് കണ്ടാലും തിരിച്ചറിയും, എന്നെ കണ്ടാൽ അവളും തിരിച്ചറിയും, പക്ഷെ എൻ്റെ മകളുടെ കാര്യം അങ്ങനെയല്ലല്ലോ, അവളെ കണ്ട ഞാനും തിരിച്ചറിയില്ല, എന്നെ കണ്ടു കഴിഞ്ഞാൽ അവളും തിരിച്ചറിയില്ല, ആ ഒരു പ്രായത്തിൽ എന്നെ വിട്ട് പോയതല്ലേ അവള് എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ സത്യൻ. എൻ്റെ മോളെ എൻ്റെ അടുത്ത് തന്നെ, എൻ്റെ കൺമുന്നിൽ തന്നെ എത്തിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭൂമി വരിക. പക്ഷെ ഭൂമിയും സത്യനും പരസ്പരം കാണുന്നില്ല. ഭൂമി ഇതേപോലെ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് വന്നത്. അങ്ങനെ ഭൂമി മറ്റൊരു സ്ഥലത്ത് നിന്ന് ഈ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എനിക്ക് എൻ്റെ അച്ഛൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, എന്നെ സഹായിക്കാനും എൻ്റെ കാര്യത്തിന് കൂടെ നിൽക്കാനും ഒക്കെ എൻ്റെ അച്ഛൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആ അച്ഛനെ എന്തിനാ പെട്ടെന്ന് എന്നിൽ നിന്ന് അകറ്റി മാറ്റിയത്? എപ്പോഴും ഞാൻ വന്ന് പ്രാർത്ഥിക്കുന്നതല്ലേ, എല്ലാ വഴിപാടുകളും ഞാൻ കഴിക്കുന്നതല്ലേ, എന്നിട്ടും കൂടി എന്നിൽ നിന്ന് എന്തിനാ എൻ്റെ അച്ഛനെ അകറ്റി എന്നൊക്കെ ഇങ്ങനെ ഭഗവാനോട് ചോദിക്കുകയാണ്. ഓ, എനിക്ക് മനസ്സിലായി ഇപ്പോൾ ഭഗവാന്റെ മറുപടി എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഇഷ്ടമുള്ളവരെ നേരത്തെ വിളിക്കുമെന്ന് അല്ലേ, എൻ്റെ അരികിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ട് പോകുമെന്നല്ലേ അങ്ങനോട് പറയുന്നത്? എനിക്ക് മനസ്സിലായി. പക്ഷേ സുഖമായിട്ടിരിക്കട്ടെ, എൻ്റെ അച്ഛൻ അങ്ങയുടെ അരികിൽ തന്നെ സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. പക്ഷെ എന്ന് വിചാരിച്ച് എൻ്റെ അമ്മയെ എൻ്റെ അച്ഛനെ കൊന്ന കൊലയാളി പുള്ളി ആക്കണ്ടായിരുന്നല്ലോ. എൻ്റെ അമ്മ ഇപ്പം എന്തോ ഒരു വേദന അനുഭവിക്കുന്നുണ്ട്. എൻ്റെ അമ്മ ജയിലിൽ തന്നെയല്ലേ കിടക്കുന്നത്, എൻ്റെ അമ്മയെ എന്തിനിങ്ങനെ ഒരു കുറ്റവാളിയാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരഞ്ഞ് നമ്മുടെ ഭൂമി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയും പ്രാർത്ഥിച്ചു ഭൂമി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നിൽക്കുന്നു സത്യൻ. അപ്പം സത്യനും ഭൂമിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ സന്തോഷം തോന്നി. ആഹാ, മോളിവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കണം. ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ സാറും പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നാണോ? ഞാനും പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെ വന്നാണ്. എൻ്റെ അഭിരാമിയെ കാണാനില്ലല്ലോ, അവൾ എങ്ങനെയെങ്കിലും എൻ്റെ കൺമുന്നിൽ എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ ഭഗവാന്റെ മുന്നിൽ വന്നാണ്. എന്നിട്ട് ഭഗവാൻ എന്ത് പറഞ്ഞു? ഉടനെ തന്നെ എൻ്റെ കൺമുന്നിൽ എത്തിക്കുമെന്നാണ് ഭഗവാൻ എന്നോട് പറഞ്ഞത്. പക്ഷേ ഇതേ സമയം തന്നെ ആ അമ്പലത്തിൻ്റെ അവിടെ ഭൂമിയെ കൊല്ലാൻ വേണ്ടി ഭവാനിയുടെ ആ ഒരു ഗുണ്ട വന്ന് അവിടെ അങ്ങനെ പാത്ത് പതുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്.
അപ്പോൾ നമ്മുടെ ഭൂമി പറയാ, ഏതായാലും സാറിൻ്റെ ആഗ്രഹം പോലെ തന്നെ മകളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തട്ടെ, മകളെ മാത്രമല്ല സാറിൻ്റെ ഭാര്യയെയും എത്രയും പെട്ടെന്ന് കണ്ടെത്തട്ടെ എന്ന് പറയാണ്. ഭൂമി എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, തൽക്കാലം ഞാൻ അങ്ങോട്ട് വരുന്നില്ല സാർ. കാരണം എന്താണെന്നറിയാമോ, എനിക്ക് എൻ്റെ വീടും ആ കാറൊക്കെ വിട്ട് വരാനായിട്ട് പറ്റില്ല. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ആത്മബന്ധമുണ്ട്. എൻ്റെ അച്ഛന് ഏറ്റവും ജീവനാ ആ കാറ്. അതൊന്നും വിട്ടിട്ട് എനിക്കൊരിക്കലും വരാനായിട്ട് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ്, ശരി എങ്കിൽ പിന്നെ ഞാൻ പോയിക്കോട്ടെ മോളെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് തിരിയാൻ നേരത്ത് അതെ ആ ഗുണ്ട വന്ന് നമ്മുടെ ഭൂമിയെ വട്ടം ചുറ്റി പിടിക്കുകയാണ്. കഴുത്തിന് കയറി പിടിച്ച് കഴിഞ്ഞപ്പോഴേക്ക് അയ്യോ സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി കിടന്ന് ഒച്ചത്തി കിടന്ന് കരയുന്നുണ്ട്. സാറേ ഓടി വാ സാറേ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേ നമ്മുടെ സത്യന് ഓടി വന്ന് ആ ഗുണ്ടയെ പിടിച്ച് അടിച്ച് നിരപ്പാക്കുക. അവർ തമ്മിൽ പരസ്പരം ഭയങ്കര ബഹളവും ഇടിയും വഴക്കും വക്കാളും, അങ്ങനെ സിനിമയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ആ ഭയങ്കര സ്റ്റണ്ട് അവിടെ നടക്കുകയാണ്. ഇത് കണ്ട ഭൂമി പേടിച്ചു പോവുകയാണ്. അങ്ങനെ ഈ ഗുണ്ടയായിട്ട് ഇങ്ങനെ അടിക്കാൻ നേരത്ത് നമ്മുടെ ഭൂമി അവിടെ ഒരു ട്യൂബ് ലൈറ്റ് കിടക്കുന്നത് കാണുക. ആ ട്യൂബ് ലൈറ്റ് എടുത്തിട്ട് അവൻ്റെ നടുവ് നോക്കി ഒറ്റ അടിയാ പടക്കാന്ന് പറഞ്ഞാൽ ഒറ്റ അടിയാണ്. അങ്ങനെ ആ സത്യൻ അവൻ്റെ മുഖം മൂടി വലിച്ചു ഊരാനായിട്ട് നോക്കുന്നുണ്ട്, വലിച്ചു ഊരുകയും ചെയ്യുന്നുണ്ട്. ഭൂമി ആ ഒരു ഗുണ്ടയെ നേരിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ട ഈ ഭൂമി ആകെ പേടിച്ചു പോവാ. അങ്ങനെ ഗുണ്ടയെ തല്ലി ഓടിയ ഗുണ്ട അപ്പോഴത്തേക്കും ഇവരുടെ കയ്യിൽ നിന്നും അങ്ങനെ ഓടി രക്ഷപ്പെടുകയും ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഭൂമിയാണെങ്കിൽ സാറേ ഇത് ആരാണ് സാറേ എന്ന് ചോദിച്ചപ്പോഴേക്കും മോളെ ആരൊക്കെ എന്തൊക്കെ ആയാലും ഇനി നീ ഒറ്റക്ക് പോകേണ്ട ആവശ്യമില്ല, നീ വാ എൻ്റെ വീട്ടിലേക്ക് തന്നെ പോകാം. അതൊന്നും സാരമില്ല സാറേ, വേണ്ടെന്നല്ലേ പറഞ്ഞത്, ഇന്ന് എൻ്റെ കൂടെ നിന്നാൽ മതി, മനസ്സിലായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയെ കാറിൽ കയറ്റിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ സത്യൻ്റെ മുഖത്ത് ഭയങ്കര സന്തോഷം, ഭയങ്കര ഒരു ആഹ്ലാദം. ഇത് കണ്ട് നമ്മുടെ ഭൂമി ചോദിക്കണം, എന്താ സാറേ സാറിൻ്റെ മുഖത്ത് നല്ലൊരു പ്രസാദം ഉണ്ടല്ലോ, ഏതൊരു കാര്യം സാധിച്ചതുപോലെയാണല്ലോ സാറിൻ്റെ മുഖത്തൊരു പ്രസാദം. ഇത് കിട്ടുമ്പോഴേക്ക് ഭൂമി മോളെ നീ പറഞ്ഞ സത്യം തന്നെയാണ്. പണ്ടേ ഇതേപോലെ സുമിത്രയില്ലേ, സുമിത്രയുടെ മടിയിൽ ഇങ്ങനെ അഭിരാമി ഇരിക്കും. അഭിരാമി ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വാശി പിടിക്കും, എനിക്ക് അച്ഛൻ്റെ മടിയിലിരിക്കണം അച്ഛൻ്റെ മടിയിലിരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് വാശി പിടിക്കും. എന്ത് ചെയ്യാനാ, ഞാൻ ഡ്രൈവ് ചെയ്യല്ലേ, അപ്പോൾ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. ലാസ്റ്റ് വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേക്കും അഭിരാമിയെ എൻ്റെ മടിയിലിരുത്തി ഞാൻ വണ്ടി ഓടിക്കുന്നത് പോലെയൊക്കെ കാണിക്കും. അങ്ങനെ ചെയ്യുമ്പോഴാണ് അവൾക്ക് പകുതി ആശ്വാസം തോന്നുന്നത്. അല്ലെങ്കിലേ അവൾ ശരിക്കും അങ്ങോട്ട് ബഹളം വയ്ക്കുക തന്നെ ചെയ്യും. അതാണ് അഭിരാമിയുടെ ഒരു രീതി. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആഹാ കൊള്ളാലോ സാറേ, അല്ല ഈ അഭിരാമിയെ വീട്ടിൽ വിളിക്കുന്നത് എന്താണ്, അത് അപ്പൂന്ന് ആണോ, അപ്പം എന്താ ആണായിട്ടാണോ വളർത്തിയത്? ആണായിട്ടൊന്നല്ല വളർത്തിയത്, പക്ഷേ ഞാൻ എൻ്റെ മോളെ വിളിക്കുന്നത് അപ്പൂന്നാ. ചിലപ്പോഴേ അപ്പുച്ചേട്ടനെന്നും വിളിക്കും. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അപ്പു അച്ഛനോ? അച്ഛൻ്റെ മോളായിരുന്നു അപ്പു, അതുകൊണ്ടേ അങ്ങനെയാ എൻ്റെ സുമിത്ര വിളിക്കുന്നത്. പിന്നെ സുമിത്രയെ ഒരു പേരിട്ടിട്ടുണ്ട്, ദേവിന്ന്. പിന്നെ അതിൻ്റെ കൂടെ ശ്രീയും കൂടി കൂട്ടിക്കഴിയാൻ നേരത്ത് അപ്പുവിന് ഭയങ്കര അരിശുമായിരുന്നു. അങ്ങനെ അരിശപ്പെടാൻ നേരത്തെ സുമിത്രയ്ക്ക് ഭയങ്കര സങ്കടം തോന്നും. സുമിത്ര അങ്ങനെ കരയുകയും ചെയ്യും. ആശ്വാസപ്പെടുത്താനേ ഭയങ്കര പാടായിരുന്നു. ഇതൊക്കെ കേട്ട് നമ്മുടെ ഭൂമി ആസ്വദിച്ചിരിക്കുക. അതെ, ഈ അഭിരാമിയെക്കുറിച്ചുള്ള കഥ കേട്ടിട്ടേ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നു അഭിരാമിയോട്. അഭിരാമി ഇപ്പോൾ ശരിക്കും ഞാൻ അഭിരാമിയുടെ ഒരു ഫാനായി എന്ന് പറയാം. ഇത് കഴിഞ്ഞപ്പോഴേക്കും എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്, ഇന്നൊരു ദിവസേ ഭൂമി എൻ്റെ അപ്പു ആയിക്കോ. ആണോ, അങ്ങനെ ആവണോ? എങ്കിൽ പിന്നെ ഞാനൊന്ന് ട്രൈ ചെയ്യണമല്ലോ സാറേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭൂമി ദീർഘശ്വാസമൊക്കെ വലിച്ചിട്ട് ആയി, ഞാൻ സാറിൻ്റെ അപ്പുവായി മാറിയിരിക്കുകയാണേ. അപ്പം ആയോ സാറേ, ഇതൊക്കെ നമ്മൾക്ക് നിസ്സാരമല്ലേ, എങ്കിൽ പിന്നെ വിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മോളെ കഴിക്കാനൊന്നുമില്ല, ഞാൻ ഓൺലൈൻ വഴി ഓർഡർ ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴേ വേണ്ട അപ്പു ഇല്ലേ ഇവിടെ, അപ്പു എല്ലാം കയറി ഉണ്ടാക്കില്ലേ എന്നൊക്കെ പറയുമ്പോൾ അപ്പു നേരെ അടുക്കളയിലേക്ക് കയറി ചെല്ലുകയാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ അപ്പുവിനോട് പറയുകയാണ്, ഇവിടെ സുമിത്രയുടെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ ഉള്ളിൽ സുമിത്രയുടെ ഡ്രസ്സ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മോൾക്ക് ഇഷ്ടമുള്ള എടുത്തോളാൻ പറയാം. അങ്ങനെ ആ ഒരു ഡ്രസ്സ് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഭൂമി ആ ഡ്രസ്സിൽ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. എന്താ മോളെ എന്ന് ചോദിച്ചപ്പോഴേക്കും, അല്ല ഈ ഡ്രസ്സേ ഞാൻ എവിടെയോ കണ്ട പോലെ എനിക്കൊരു തോന്നൽ, ശരി മോൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സത്യൻ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ സത്യൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു സുമിത്രയുടെ ഡ്രസ്സ് നമ്മുടെ
ഈ ഭൂമിയിട്ട് നിന്റെ അടുക്കളയിൽ കയറി ചപ്പാത്തിക്ക് ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സത്യം വന്നിട്ട് ആഹാ നല്ല പരിപാടിയാണല്ലോ, ഞാൻ സഹായിക്കണോ എന്ന് ചോദിക്കുമ്പോൾ അയ്യടാ കരിമ്പോട്ടോട്ടത്തിൽ ആന വന്നതുപോലെ ഉണ്ടാവും. ഇത് കേട്ട സത്യം ഞെട്ടിപ്പോവാ. കാരണം തൻ്റെ ഭാര്യ മുമ്പ് പറഞ്ഞ അതേ ഡയലോഗ് തന്നെയാ ഇപ്പോൾ ഭൂമിയും പറഞ്ഞിരിക്കുന്നത്. ഇത് കണ്ട സത്യൻ അന്തിച്ചിങ്ങ് നോക്കി നിൽക്കുക. എന്തെങ്ങനെ നോക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കേ ഒന്നുമില്ല, ശരി തന്നെയാണ്. അല്ല ഞാനെന്നാ കൈയൊക്കെ തുടച്ചുതരാമെന്നും പറഞ്ഞുകൊണ്ട് കൈയൊക്കെ തുടച്ചു കൊടുക്കുക. ഭൂമിക്ക് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്തൊരു സങ്കടവും ഇതൊക്കെ തോന്നുകയാണ്. അങ്ങനെ ഭൂമിയോട് പറയാണ്, മോൾക്ക് ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. അത് പിന്നെ ഞാൻ അല്ലേ അപ്പോകുമ്പോൾ അമ്മയുടെ ഡ്രസ്സ് ചേരുമല്ലോ, അത് സ്വാഭാവികമായ കാര്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോഴേ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഫുഡ് കഴിക്കാനായിട്ട് നേരെ മേശപ്പുറത്ത് വെക്കുകയാണ്. മേശപ്പുറത്ത് വെച്ച് അച്ഛന് വിളമ്പിയൊക്കെ കൊടുക്കുക, മകൾക്കും അതേപോലെ തന്നെ വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു ചപ്പാത്തി ഇങ്ങോട്ട് ഇടട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്ക് വേണ്ട ഇത് മതി, കഴിക്കുന്ന അങ്ങോട്ട് കലോറി അങ്ങോട്ട് കൂടട്ടെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സത്യം വീണ്ടും തൻ്റെ ഭാര്യ ആലോചിക്കാൻ, ഭാര്യയും ഇതേപോലെ തന്നെയായിരുന്നു, എന്താ ശരിയല്ലേ എന്നിങ്ങനെ ഭൂമി ചോദിക്കുകയാണ്. ശരിയാ എന്നിങ്ങനെ പറയുക. എന്താ ഇങ്ങനെ ആലോചന നിൽക്കുന്നത്? ഒന്നുമില്ല. അതേ ഈ ഭക്ഷണത്തിനൊക്കെ എന്ത് ടേസ്റ്റാ, സുമിത്ര ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ്, 10 ഗുണം 10 ഗുണം. ഞാൻ അപ്പല്ലേ ഇപ്പോൾ, അപ്പം പിന്നെ അമ്മയുടെ കൈപ്പുണ്യമൊക്കെ എനിക്കും കിട്ടുമല്ലോ, അത് കിട്ടിയതാ. അപ്പോൾ നമ്മുടെ സത്യൻ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ചിരിക്കുക. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഭൂമിയാണെങ്കിൽ ഞാനിന്നേ ഈ റൂമിൽ കിടക്കുന്നുള്ളേ. അപ്പോൾ അഭിരാമിയുടെ റൂം കാണിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്, ഞാൻ ഈ റൂമിൽ കിടക്കുന്നുള്ളൂ. മോളവിടെ തന്നെ കിടന്നോ, ഞാൻ ഏതായാലും മേളിലേക്കും പോവാം. അങ്ങനെ സത്യം മേളിലേക്ക് പോവാം. അങ്ങനെ മേളിലേക്ക് പോയി പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞയ്യോ നേരം വെളുത്തല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സത്യൻ അവിടെ നിന്ന് ചാടി എണീറ്റ് നേരെ താഴത്തേക്ക് ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു വമ്പൻ കാഴ്ചയാണ് കാണുന്നത്. ഇത് കണ്ട സത്യനാകെ ഞെട്ടിപ്പോവും. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.